ഗ്രേഡിയൻറ്റ് വെക്റ്ററിൻ്റെ ജിയോമെട്രിക് ഇൻ്റർപ്രിട്ടേഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾ വരുമ്പോഴും ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾ ആണെങ്കിൽ നമ്മളവിടെ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിച്ചിരുന്നു, അതൊരു വെക്റ്ററാണെന്ന് കിട്ടി. അപ്പം ഇതിനെ നമ്മളൊരു ലെവൽ സർഫസിൽ അല്ലെങ്കിൽ ഒരു ലെവൽ കർവിൽ ഈ ഗ്രേഡിയൻറ്റ് ആ കർവുമായിട്ട് ഗ്രേഡിയൻറ്റിന് എന്താണ് റിലേഷൻ എന്നാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, suppose f of xy equal to c is the level curve of the differentiable function z equal to f of xy that passes through a specified point p x0 y0. p എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലെവൽ കർവ് ഉണ്ട്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ലെവൽ കർവ്. ലെവൽ കർവ്സിനെ നമ്മൾ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ വരുമ്പോഴായിരുന്നു നമ്മൾ ലെവൽ കർവ്സ് നമ്മൾ അവിടെ വരച്ചിട്ടുണ്ടായിരുന്നത്. അത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ആകുന്ന സിൻ്റെ വാല്യൂ ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. അങ്ങനെയുള്ള കേർവ്സിനെയാണ് സിക്ക് ഓരോ വാല്യൂ കൊടുത്തുമ്പോൾ നമുക്ക് ഓരോ കേർവ്സ് കിട്ടും. ഇതിനെയാണ് ലെവൽ കേർവ്സ് ഓഫ് ദി ഫംഗ്ഷൻ സെഡ് എന്ന് നമ്മൾ വിളിച്ചിരുന്നത്. ഓക്കെ, ഈ ലെവൽ കേർവ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് പറയുന്ന ഈ കേർവ് x0 y0 എന്ന് പറയുന്ന ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു കേർവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം എഫ് ഓഫ് x0 y0 ഈക്വൽ ടു സി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലെവൽ കേർവിനെ ഒരു നമ്മൾ പാരാമെട്രൈസ് ചെയ്യുകയാണ്. അപ്പം ജി ഓഫ് ടി എച്ച് ഓഫ് ടി എന്ന് പറയുന്ന ഈ രണ്ട് ഫംഗ്ഷൻ വെച്ച് നമ്മൾ ഈ ലെവൽ കേർവിനെ പാരാമെട്രൈസ് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു ജി ഓഫ് ടി വൈ ഈക്വൽ ടു എച്ച് ഓഫ് ടി ആണ്. ഈ ജിയും എച്ചും ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇത് മറ്റൊരു പ്രോപ്പർട്ടി കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ എക്സ് നോട്ട് ആയിരിക്കും ജിയുടെ വാല്യൂ, അതായത് ജി ഓഫ് ടി നോട്ട് ഈക്വൽ ടു എക്സ് നോട്ടും എച്ച് ഓഫ് ടി നോട്ട് ഈക്വൽ ടു വൈ നോട്ടും ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു പാരാമെട്രൈസേഷൻ നമ്മൾ ഈ ഒരു ലെവൽ കേർവിന് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ടി എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ആണ് നമ്മുടെ ലെവൽ കേർവ്. അപ്പോൾ ഇതിൽ നമ്മൾ പാരാമെട്രൈസേഷൻ കൊടുത്തപ്പം എക്സ് എന്ന് പറയുന്ന ജി ഓഫ് ടിയും വൈ ഈക്വൽ ടു എച്ച് ഓഫ് ടിയും ആണ്. അപ്പം എഫ് ഓഫ് ജി ഓഫ് ടി കോമ എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് സി എന്ന് എഴുതാം. ഓക്കെ, കാരണം എക്സിനും വൈക്കും ഒരു പാരാമെട്രൈസേഷൻ കൊടുത്തതാണ് ജി ഓഫ് ടിയും എച്ച് ഓഫ് ടിയും. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് ടി കോമ എച്ച് ഓഫ് ടി ഈക്വൽ ടു സി എന്ന് കിട്ടി. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ജിയുടെയും എച്ചിൻ്റെയും അല്ലെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും ഒരു ഫംഗ്ഷനാണ്. ഈ എക്സും വൈയും എന്തിൻ്റെ ഫംഗ്ഷനാണ്? ടി എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിളിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനെ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ചെയിൻ റൂളാണ്. ചെയിൻ റൂൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമുക്കറിയാം എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ട്രീ ഡയഗ്രാം വരച്ച് ഇങ്ങനെ ഇരിക്കും. എക്സ് വൈ ഇതിൻ്റെ ഫംഗ്ഷനാണ്. എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് ടി, വൈ എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് ടി. ഈ എക്സും വൈയും ടി എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിളിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിച്ച് നമുക്ക് എഫിന് രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടാവും. ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും. കാരണം എഫ് എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷനാണ്. ഈ എക്സിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ല, നമ്മളുടെ ഡെറിവേറ്റീവ് ആണ്. കാരണം എക്സ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വേരിയബിളിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ ഡി എക്സ് ബൈ ഡി ടിയും ഇവിടെ ഡി വൈ ബൈ ഡി ടിയും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ എഫ് ഓഫ് ജി ഓഫ് ടി കോമ എച്ച് ഓഫ് ടി ഈക്വൽ ടു സി എന്ന് പറയുന്ന ആ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ഇവിടെ സി ആണ്. അപ്പം ഡി ബൈ ഡി ടി ഓഫ് സി. സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമുക്കിതിൽ നമ്മളിനി ഗ്രേഡിയൻറ്റും അതുപോലെ തന്നെ വേറൊരു വെക്റ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റിന് എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി വൈ ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പറയുന്നത് ഈ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് പറയുന്ന ആ ഒരു ലെവൽ കർവിൻ്റെ പാരാമെട്രൈസേഷനാണ്. നമ്മൾ ആർ ഓഫ് ടി ഈക്വൽ ടു
എക്സ് കോമ വൈ എന്ന് വിളിച്ചു. ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാണ് ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് കോമ വൈ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആർ ഡാഷ് ഓഫ് ടി നമ്മൾ ഡിഫൈൻ ചെയ്ത് എങ്ങനെയായിരുന്നു? എക്സ് ഡാഷ് ഓഫ് ടി കോമ വൈ ഡാഷ് ഓഫ് ടി. ഈ മൊഡ്യൂളിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഡാഷ് ഓഫ് ടി കോമ വൈ ഡാഷ് ഓഫ് ടി എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതും ഒരു വെക്റ്ററാണ്. ഇത് ശരിക്കും ഇതിൻ്റെ ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ എന്തായിരുന്നു? ഈ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് ടു ദി കർവ് അറ്റ് എ പോയിൻറ്റ്. ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് പറയുന്ന ആ ലെവൽ കർവിന് നമ്മൾ വരയ്ക്കുന്ന ടാൻജൻ്റ് ആണ് ആ ഒരു പി ഈക്വൽ ടു എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പം ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് ടു ദി കർവ് അറ്റ് പി ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ആണ്. ഓക്കെ, നമുക്കൊരു കാര്യം പറയാം. ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ ആണ്. അതുപോലെ തന്നെ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എക്സ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പം ഇത് രണ്ടും രണ്ട് വെക്റ്റേഴ്സ് നമുക്ക് കിട്ടി. ഡെൽ എഫും ഗ്രേഡിയൻറ്റും ആർ ഡാഷ് ഓഫ് ടിയും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഗ്രേഡിയൻ്റ് ആണ്, ഡെൽ എഫ് ഗ്രേഡിയൻ്റ് ആണ്. ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് ടു ദ ലെവൽ കർവ് അറ്റ് പി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇത് 0 ആണ്, നമ്മൾ നേരത്തെ കണ്ടു. നമുക്ക് നേരത്തെ നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ നമുക്കിത് 0 ആണ് കിട്ടി. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കിട്ടി ഡെൽ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ഓൾ പോയിൻറ്റ്സ് എക്സ് വൈ ഓർ ടി. അപ്പോൾ ഏതൊരു ടി എടുത്താലും ഈ ഡെൽ എഫ് ഡോട്ട് ആർ ഡാഷ് അറ്റ് ദ പോയിൻറ്റ് ടി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഏത് പോയിൻ്റ് എടുത്താലും ഇത് 0 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ടി ഈക്വൽ ടു ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റിലും ഇത് 0 ആയിരിക്കും. ടി ഈക്വൽ ടു ടി നോട്ട് എന്ന പോയിന്റിൽ എക്സ് എന്താകും? എക്സ് നോട്ട് ആകും, വൈ നോട്ട് ആകും. ഓക്കെ, അപ്പോൾ ടി ഈക്വൽ ടു ടി നോട്ടിൽ ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ആർ ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, പി എന്ന് പറയുന്ന ആ പോയിൻ്റാണ് എക്സ് നോട്ട് വൈ നോട്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിട്ടാണ് നമുക്ക് കിട്ടിയത് അല്ലേ. ഇനി ആർ ഡാഷ് ഓഫ് ടി 0 ആവുകയാണെങ്കിൽ എന്തായാലും ഈ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ആ ഒരു കേസ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇനി ആർ ഡാഷ് ഓഫ് ടി നോൺ 0 ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഡെൽ എഫും ആർ ഡാഷ് ഓഫ് ടിയും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെന്ന് കിട്ടി. ഇതിൽ ആർ ഡാഷ് ഓഫ് ടി നോൺ 0 ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ നമ്മൾ പറയും ആ വെക്റ്റേഴ്സ് ഓർത്തോഗണലാണെന്ന് പറയും. അപ്പോൾ ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഈസ് ഓർത്തോഗണൽ ടു ദി ടാൻജൻറ്റ് വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി നോട്ട് അറ്റ് പി ഈക്വൽ ടു എക്സ് നോട്ട് വൈ നോട്ട്. ഓക്കെ, ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു കേർവിന് വരയ്ക്കുന്ന ടാൻജൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഓർത്തോഗണൽ ടു ദി ടാൻജൻറ്റ് വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി നോട്ട് അറ്റ് പി എക്സ് നോട്ട് വൈ നോട്ട്. അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഡെൽ എഫ് ഈസ് ഓർത്തോഗണൽ ടു ദി ലെവൽ കേർവ് അറ്റ് പി. അതായത് ഒരു കേർവിൻ്റെ ടാൻജൻറ്റിന് ഓർത്തോഗണലാണെങ്കിൽ, ഇപ്പം ഇങ്ങനെ ഒരു കേർവ് ഉണ്ട്, ഇതിൻ്റെ ഒരു ടാൻജൻ്റാണ് ഈ വരച്ചേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഈ ടാൻജൻറ്റ് ഞാൻ ടി എന്ന് വിളിച്ചു. അപ്പോൾ ഈ ടാൻജൻറ്റിന് ഓർത്തോഗണലാണെന്ന് പറഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആവുക. ഓക്കെ, അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ഡെൽ എഫ് ഉണ്ടെങ്കിൽ എന്താണ് ഈ ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കേർവിന്, ഇത് എഫ് എന്ന് പറഞ്ഞ കേർവ് ആണെങ്കിൽ ഈ ഡെൽ എഫ് ഈ കേർവിന് ഓർത്തോഗണലായിരിക്കും. അതായത് ഡെൽ എഫ് ഈസ് ഓർത്തോഗണൽ ടു ദി കേർവ് അറ്റ് പോയിൻറ്റ് പി എന്ന് പറയുന്ന പോയിൻ്റാണ് ഇതെങ്കിൽ പി എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഡെൽ എഫ് ഈ ലെവൽ സർഫസിന് അല്ലെങ്കിൽ ഈ ലെവൽ കേർവിന് ഓർത്തോഗണലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രേഡിയൻ്റ് വെക്റ്ററിൻ്റെ
ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രേഡിയൻറ്റ് വെക്റ്റർ എപ്പോഴും ആ ഒരു കർവിൻ്റെ ടാൻജൻറ്റിന് ഓർത്തോഗണൽ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു കർവിന് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഓർത്തോഗണൽ ആയിരിക്കും, അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലെവൽ കർവ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി. പി ഈക്വൽ ടു എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിൻ്റാണ് ഇത്. ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു പോയിന്റിൽ പി ഈക്വൽ ടു എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിലൂടെ ഇതിന് വരയ്ക്കുന്ന ടാൻജൻ്റാണ് ആർ ഡാഷ് ഓഫ് ടി നോട്ട് എന്ന് പറയുന്നത് കർവിന് വരയ്ക്കുന്ന ടാൻജൻറ്റ്. അപ്പോൾ അതിന് ഓർത്തോഗണൽ ആയിരിക്കും എന്ത്, ഡെൽ എഫ് എന്ന് പറയുന്നത് അതിന് ഓർത്തോഗണൽ ആയിരിക്കും. അതായത് ആ ടാൻജൻറ്റിന് ഓർത്തോഗണൽ ആവുമെന്ന് പറഞ്ഞാൽ ആ ഒരു കർവിന് തന്നെ ഓർത്തോഗണൽ ആയിരിക്കും. ഓക്കെ, അപ്പം ആർ ഡാഷ് ഓഫ് ടി നോട്ട് ഡോട്ട് ഡെൽ എഫ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ, find the level curve of f of xy equal to minus x square plus y square passing through 2, 3. Graph the gradient at the point. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി ലെവൽ കർവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ. ഈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലെവൽ കർവ് പാസിങ് ത്രൂ 2, 3, 2,3 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഈ എഫ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ ലെവൽ കർവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ സാധാരണ എങ്ങനെയായിരുന്നു ലെവൽ കർവ് കണ്ടുപിടിച്ചത്, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു നമ്മൾ ലെവൽ കർവ് കണ്ടുപിടിച്ചത്. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്, പാസിങ് ത്രൂ 2, 3. അപ്പോൾ ഈ ഒരു ലെവൽ കർവ് 2,3 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എഫ് ഓഫ് 2, 3 എന്തായിരിക്കും, സി ആയിരിക്കും. കാരണം അത് 2, 3 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, ഈ ലെവൽ കർവ് പാസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ലെവൽ കർവിൻ്റെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ആണ്. 2,3 പാസ് ചെയ്യുന്നതുകൊണ്ട് എഫ് ഓഫ് 2, 3 ഈക്വൽ ടു സി എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു സി, വിച്ച് ഇംപ്ലൈസ് 4 പ്ലസ് 9 ഈക്വൽ ടു സി, വിച്ച് ഇംപ്ലൈസ് സി ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഓക്കെ, സി ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ലെവൽ കർവ് എന്താണ് വരിക, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു, ഇനി നമുക്ക് സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, 5. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 5, ഇതാണ് ലെവൽ കർവിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇത് ഏത് കർവ് ആണെന്നാണ് നമ്മളിനി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ഒരു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ആണ്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 5 എന്ന് കിട്ടി. എഫ് ഓഫ് എക്സ് വൈയുടെ എന്തായിരുന്നു, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5, അതാണ് നമ്മുടെ ലെവൽ കർവ് വരിക. അതിനെ നമുക്കൊന്ന് മാറ്റി എഴുതിയാൽ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പർബോളയുടെ ഇക്വേഷനാണ്. ഇവിടെ വൈ ആണ് ആദ്യം വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഹൈപ്പർബോളയുടെ ആക്സിസ് വൈ ആക്സിസ് ആയിരിക്കും. ഗ്രാഫ് വരച്ച് ചെയ്യുമ്പോൾ ഹൈപ്പർബോളയുടെ ആക്സിസ് നമുക്ക് വൈ ആക്സിസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് വൈ ആക്സിസ് ആണ് ഇതിൻ്റെ ആക്സിസ് വരുന്നത്. ഇനി അപ്പോൾ നമ്മൾ ഹൈപ്പർബോളയാണെന്ന് കണ്ടുപിടിച്ചു. ഇതിൻ്റെ ലെവൽ സർഫസ് 2, 3 എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന ലെവൽ സർഫസ് അല്ല ലെവൽ കർവ് ഹൈപ്പർബോളയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോയിന്റിലുള്ള ഗ്രേഡിയൻറ്റ്, ഗ്രാഫ് ദി ഗ്രേഡിയൻറ്റ് അറ്റ് ദി പോയിന്റ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട അനുസരിച്ചൊരു ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ആ ലെവൽ കർവിന് ഓർത്തോഗണൽ ആയിരിക്കും, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ഈ ഒരു പോയിന്റിൽ നമ്മൾ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഈ ഒരു പോയിന്റിൽ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിച്ചാൽ del f of xy equal to minus 2xi plus 2yj. del f കാണാനുള്ള ഇക്വേഷൻ വെച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമ്മൾ അറ്റ് പോയിന്റ് 2, 3 ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുകയാണ്. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും എക്സിനും വൈക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മൈനസ് 4i പ്ലസ് 6j എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 2, 3 എന്ന് പറയുന്ന പോയിന്റിൽ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് 4i പ്ലസ് 6j എന്ന് പറയുന്ന വെക്റ്ററാണ്. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ വരച്ചേക്കുന്നത്, del f at 2, 3. അപ്പോൾ ഇതാണ് ആ വെക്റ്റർ. ഇത് del f ഓർത്തോഗണലാണല്ലേ, ഈ ലെവൽ സർഫസിന് ലെവൽ കർവിന് ഓർത്തോഗണലാണ്. അപ്പോൾ അതിന് ഓർത്തോഗണലായിട്ട് 2, 3 എന്ന് പറയുന്ന പോയിന്റിലൂടെ വരയ്ക്കുന്ന ആ ഒരു വെക്റ്ററാണ് ഗ്രേഡിയൻറ്റ് വെക്റ്റർ. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിളിൻ്റെ കേസിൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു ലെവൽ കർവിന് ഓർത്തോഗണൽ ആയിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾ വരുമ്പോൾ ഗ്രേഡിയൻറ്റിൻ്റെ ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്നാണ്. ഓക്കെ,
അപ്പോൾ നേരത്തെ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി വിത്ത് ലെവൽ സർഫസ്. അവിടെ ലെവൽ കർവ് ആയിരുന്നു, ഇവിടെ ലെവൽ സർഫസ് ഓഫ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ദാറ്റ് പാസസ് ത്രൂ പി എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ലെവൽ സർഫസ് ആണ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്ന് പറയുന്നത്. ഈ ലെവൽ സർഫസ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ആ പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഈക്വൽ ടു സി ആയിരിക്കും. ഇനി നമ്മൾ ഈ ഒരു ലെവൽ സർഫസിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതുകയാണ്. എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി, സെഡ് ഈക്വൽ ടു എച്ച് ഓഫ് ടി. അതാണ് ഈ ലെവൽ സർഫസിൻ്റെ ഈ കേവിൻ്റെ, അതായത് ഈ ലെവൽ സർഫസിലുള്ളൊരു കേവിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി, സെഡ് ഈക്വൽ ടു എച്ച് ഓഫ് ടി. ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ വാല്യൂ എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ടി നോട്ട്, വൈ നോട്ട് ഈക്വൽ ടു ജി ഓഫ് ടി നോട്ട് ആൻഡ് സെഡ് നോട്ട് ഈക്വൽ ടു എച്ച് ഓഫ് ടി നോട്ട്. നമ്മൾ 2 വേരിയബിൾ വരുന്ന കേസിൽ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തത് അതുപോലെ തന്നെ. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി ആയിരുന്നു നമ്മുടെ ലെവൽ സർഫസ് വരുന്നത്. ഓക്കെ, ഇനി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി, സെഡ് ഈക്വൽ ടു എച്ച് ഓഫ് ടി ആണ്. അപ്പം എഫ് ഓഫ് ടി കോമ ജി ഓഫ് ടി കോമ എച്ച് ഓഫ് ടി ഈക്വൽ ടു സി എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയിൻ റൂൾ ഉപയോഗിച്ച് ഈ ഒരു ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പം എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും ഫംഗ്ഷനാണ്. എഫ് എക്സിൻ്റെ വൈയുടെ സെഡിൻ്റെ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ എഫിന് 3 പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു എക്സ്, വൈ വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു സെഡ്. ഈ എക്സും വൈയും സെഡും ടി എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ ഫംഗ്ഷനാണ്. അപ്പം ഡി എക്സ് ബൈ ഡി ടി, ഡി വൈ ബൈ ഡി ടി, ഡി സെഡ് ബൈ ഡി ടി അതാണ് വരിക. അപ്പോൾ ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിലെ സി കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ 0 വന്നത്, നേരത്തെ പോലെ തന്നെ. ഇനി നമ്മൾ ഗ്രേഡിയൻറ്റിൻ്റെയും അതുപോലെ തന്നെ ടാൻജൻറ്റ് വെക്റ്ററിൻ്റെയും ടേംസിൽ ഇത് ഈ പ്രൊഡക്റ്റിനെ എഴുതാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ സെഡ് ബൈ ഡോ സെഡ് ഇൻറ്റു കെ ഡോട്ട് ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി കെ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? നമ്മളിവിടെ എഴുതിയ അതേ ഇക്വേഷൻ തന്നെയാണ് ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഈ ആദ്യം എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് ആണ്, ഡെൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ആണ്. രണ്ടാമത് എഴുതിയിരിക്കുന്നത് ആർ ഡാഷ് ഓഫ് ടി ആണ് അല്ലേ. ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, സെഡ് ഓഫ് ടി ആണെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി കെ എന്ന് പറയുന്നത് ആർ ഡാഷ് ഓഫ് ടി ആണ്. ഈ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടാൻജൻ്റ് ആണല്ലേ, ടാൻജൻ്റ് ടു ഇത് കേർവ് അറ്റ് ദി പോയിൻറ്റ് ടി. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഗ്രേഡിയൻറ്റും ആണ്. ഓക്കെ, നമുക്ക് കിട്ടി ഡെൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 0. ഏത് പോയിൻ്റ് എടുത്താലും ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ്. അതുകൊണ്ട് തന്നെ അറ്റ് ദി പർട്ടിക്കുലർ പോയിൻ്റ് ടി ഈക്വൽ ടു ടി നോട്ട് എന്ന് പറയുന്ന പോയിൻറ്റിലും എന്തായിരിക്കും ഈ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ടി ഈക്വൽ ടു ടി നോട്ടിൽ എക്സ് ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ടാണ്, വൈ ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞാൽ വൈ നോട്ടാണ്, സെഡ് ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞാൽ സെഡ് നോട്ടാണ്. അപ്പം ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു ആർ ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ആർ ഡാഷ് ഓഫ് ടി നോട്ട് 0 ആണെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്തായാലും 0 ആയിരിക്കും. ഇപ്പോൾ നോൺ 0 ആണെങ്കിൽ നമുക്കെന്ത് പറയാം, ഈ ഡെൽ എഫും ഈ ആർ ഡാഷ് ഓഫ് ടി നോട്ടും എന്താണ് ഓർത്തോഗണലാണെന്ന് പറയാം. വെൻ ആർ ഡാഷ് ഓഫ് ടി നോട്ട് നോട്ട് ഈക്വൽ ടു 0 ദ വെക്റ്റർ ഡെൽ എഫ് ഈസ് ഓർത്തോഗണൽ ടു ദ ടാൻജൻറ്റ് വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി നോട്ട്. അതായത് ആർ ഡാഷ് ഓഫ് ടി എന്തായിരുന്നു, ആ ഒരു കർവിന് നമ്മൾ വരയ്ക്കുന്ന എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ആ ലെവൽ സർഫസിലുള്ള ഒരു കർവിന് നമ്മൾ വരയ്ക്കുന്ന ടാൻജൻ്റ് ആണ് ടാൻജൻറ്റ് വെക്റ്ററാണ് ആർ ഡാഷ് ഓഫ് ടി നോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം,
ഈ ഡെൽ എഫ് എന്ന് പറയുന്നത് ആർ ഡാഷ് ഓഫ് ടി നോട്ടിന് ഡെൽ എഫും ആർ ഡാഷ് ഓഫ് ടി നോട്ടും ഓർത്തോഗണലാണ്. അല്ലെങ്കിൽ എന്താ ഡെൽ എഫ് ഈസ് ഓർത്തോഗണൽ ടു ദി ടാൻജൻറ്റ് വെക്റ്റർ, അല്ലെങ്കിൽ ഡെൽ എഫ് ഈസ് നോർമൽ ടു ദി ലെവൽ സർഫസ് അറ്റ് പി. അതായത് ഒരു കർവിന് അല്ലെങ്കിൽ ഒരു സർഫസിന് ടാൻജൻ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ അല്ല അതിൻ്റെ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ ആ ഒരു സർഫസിനോ കർവിനോ പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ അതിനോട് ഓർത്തോഗണൽ ആയിരിക്കും. അപ്പോൾ ഡെൽ എഫ് ഈസ് നോർമൽ ടു ദി ലെവൽ സർഫസ് അറ്റ് പി. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയത് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിളിൽ കിട്ടിയത് ഡെൽ എഫ് ഈസ് നോർമൽ ടു ദി അല്ലെങ്കിൽ ഓർത്തോഗണൽ ടു ദി ലെവൽ കർവ് അറ്റ് പി ആണെന്നും ഇവിടെ കിട്ടി ഡെൽ എഫ് ഈസ് 3 വേരിയബിൾ വരുമ്പോൾ ഡെൽ എഫ് ഈസ് നോർമൽ ടു ദി ലെവൽ സർഫസ് അറ്റ് പി എന്നും കിട്ടി. അപ്പോൾ ഡെൽ എഫിൻ്റെ ഗ്രേഡിയൻ്റ് വെക്റ്ററിൻ്റെ ജിയോമെട്രിക് ഇൻ്റർപ്രിറ്റേഷൻ ഇതാണ്. ആ ഒരു കർവിന് അല്ലെങ്കിൽ സർഫസിന് നോർമൽ ആയിരിക്കും ഗ്രേഡിയൻ്റ് വെക്റ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് സർഫസ് എങ്കിൽ, ഇതാണ് നമ്മുടെ സർഫസ് എങ്കിൽ ഈ സർഫസിലുള്ളൊരു കർവാണ് ഇത്. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ആ ഒരു ലെവൽ സർഫസിലെ ഒരു കർവാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് പി എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു കർവാണിത്. അപ്പോൾ ഇതിന് നോർമൽ ആയിരിക്കും എന്ത്, ഡെൽ എഫ് ഇതിന് നോർമൽ ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും, ആ ഒരു കർവിന് നോർമൽ ആയിരിക്കും ഗ്രേഡിയൻറ്റ്. ഓക്കെ, ഗ്രേഡിയൻറ്റ് ഈസ് നോർമൽ ടു ലെവൽ സർഫസ് അറ്റ് പി. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദി ലെവൽ സർഫസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പാസിംഗ് ത്രൂ 1 1 1. ഗ്രാഫ് ദി ഗ്രേഡിയൻ്റ് അറ്റ് ദി പോയിന്റ്. ഓക്കെ, നമ്മൾ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിളിൻ്റെ കേസിലൊരു എക്സാമ്പിൾ ചെയ്തിരുന്നു, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലെവൽ സർഫസ് പാസിംഗ് ത്രൂ 1 1 1, ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ഫംഗ്ഷൻ്റെ ലെവൽ സർഫസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെവൽ സർഫസ് നമ്മൾ കണ്ടുപിടിച്ച് എങ്ങനെയായിരുന്നു, എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി, അങ്ങനെയായിരുന്നു നമ്മൾ ലെവൽ സർഫസ്. ഇതാണ് ലെവൽ സർഫസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു കാര്യം തന്നിട്ടുണ്ട്, 1 1 1 എന്ന് പറയുന്ന പോയിന്റിലൂടെ ഈ ലെവൽ സർഫസ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഓഫ് 1 1 1 സി ആയിരിക്കും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് എക്സിനും വൈക്കും സെഡിനും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു സി എന്ന് കിട്ടി, വിച്ച് ഇംപ്ലൈസ് സി ഈക്വൽ ടു 3. സി ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 3 ആണ് നമ്മുടെ ലെവൽ സർഫസ് പാസിംഗ് ത്രൂ 1 1 1. എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്തായിരുന്നു, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 3. ഈ ഇക്വേഷൻ എന്തിൻ്റെ ഇക്വേഷനാണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഫൈൻഡ് ദി ലെവൽ സർഫസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലെവൽ സർഫസ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാലൊരു, ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സ്ഫിയറിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് അല്ലേ. സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതെന്ന് പറഞ്ഞൊരു സ്ഫിയറാണ്, അതിൻ്റെ സെൻറ്റർ ഒറിജിനാണ്, അല്ലെങ്കിൽ 0 0 0 ആണ് അതിൻ്റെ സെൻറ്റർ. റേഡിയസ് എന്ന് പറഞ്ഞാൽ √3 ആണ്. ഓക്കെ, റേഡിയസ് √3 ആണ്. അത്തരത്തിലൊരു സ്ഫിയറിൻ്റെ ഇക്വേഷനാണ്. അതുകൊണ്ട് തന്നെ ലെവൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയർ ആയിരിക്കും. 1 1 1 പാസ് ചെയ്യുന്ന ഈ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലെവൽ സർഫസ് ഒരു സ്ഫിയർ ആയിരിക്കും. ആ സ്ഫിയറിൻ്റെ സെൻറ്റർ ഒറിജിനും റേഡിയസ് √3 ആയിരിക്കും. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്ന ഗ്രാഫ് ദി ഗ്രേഡിയൻറ്റ് അറ്റ് ദി പോയിന്റ്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് ദി ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പോൾ ഗ്രേഡിയൻറ്റ് എപ്പോഴും ഒരു വെക്റ്റർ ആയിരിക്കും. അപ്പോൾ ആ വെക്റ്റർ എപ്പോഴും എന്താണ് 1 1 1 ഈ ലെവൽ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ഒരു വെക്റ്റർ ആയിരിക്കും ഗ്രേഡിയൻ്റ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതാണ് ഗ്രേഡിയൻറ്റിൻ്റെ ജിയോമെട്രിക് ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മളിനി ഗ്രേഡിയൻറ്റ് വെക്റ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ ഡെൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് കണ്ടുപിടിച്ചാൽ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2xi പ്ലസ് 2yj പ്ലസ് 2zk. അപ്പോൾ ഇതാണ് ഡെൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറ്റ് പോയിൻ്റ്
ഗ്രേഡിയൻ്റ് അറ്റ് ദി പോയിൻറ്റ് 1 1 1 ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2i + 2j + 2k. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കെന്ത് കിട്ടി? ∇f അറ്റ് ദി പോയിൻറ്റ്, ഗ്രേഡിയൻ്റ് അറ്റ് ദി പോയിൻറ്റ് 1 1 1. ഇനി നമ്മളിതിനെ ഗ്രാഫായിട്ട് വരയ്ക്കണം. ഇതൊരു വെക്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ആ ലെവൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു വെക്റ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ലെവൽ സർഫസ് എന്ന് പറഞ്ഞാൽ സ്ഫിയറാണ്. ഇതാണ് നമ്മുടെ സ്ഫിയർ. ഈ സ്ഫിയറിൻ്റെ 1 1 1 എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ്, ഈ പോയിന്റിൽ ആ പോയിന്റിൽ ഈ ഒരു സ്ഫിയറിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു വെക്റ്ററാണ് അതിൻ്റെ ഗ്രേഡിയൻ്റ് വെക്റ്റർ. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ആണെങ്കിലും ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾ ആണെങ്കിലും അതിൻ്റെ ഗ്രേഡിയൻ്റ് അറ്റ് എ പർട്ടിക്കുലർ പോയിൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ലെവൽ കേർവിനോ ലെവൽ സർഫസിനോ ഓർത്തോഗണൽ ആയിരിക്കും, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന വെക്റ്ററാണ് ഗ്രേഡിയൻ്റ് വെക്റ്റർ.